അല്ല ഈ വെട്ടം കിഴങ്ങുണ്ട് തുറക്കുന്നതാ. എന്റെ ദൈവമേ, എവിടോ നിന്റെ സൗണ്ട് അപ്പൊ അപ്പുറത്തും കേട്ട്. എന്റെ ദൈവമേ, വന്നേ ദൂരെണ്ണ അങ്ങോട്ട് നോക്കണ എന്താ നോക്കണ മുടിയോ? മുടിയടാ. ദൈവമേ, ഇവിടെ മുടിയടാ. അത്ര ഹൈറ്റോ? എന്തൂടെ നടു ഒടിഞ്ഞ് താഴെ വന്നപ്പോ അതിന്റെ ബോഡി നടു ഒടിഞ്ഞിട്ടേ താഴെ വന്നു അതിന്റെ ബോഡി. നിങ്ങൾ എന്റെ അടുത്ത് ഇപ്പൊ ഉണ്ടെങ്കിൽ എനിക്ക് ലൈറ്റ് കത്തിയാണ്. ഇവിടെ നിങ്ങൾ അടുത്തുണ്ടെങ്കിൽ എനിക്ക് ലൈറ്റ് കത്തിച്ച് കാണിക്കാം. ഓടല്ലേ ഓടല്ലേ കേട്ടോ. നമ്മ അടുത്ത് നിൽക്കുവാണ്. അത് ക്യാമറ കിട്ടുന്നുണ്ടോ? ആ അണ്ണാ ഇരുട്ടുള്ള പേടിയാണോ? ഡ്രാഗനെ ഇവിടെ നിൽക്കും കേട്ടോ. കഴിച്ചിട്ട് ആ ചിരിക്കുന്ന സൗണ്ട് ഇപ്പം കേട്ടത്. ഇപ്പം ഒരു കുഞ്ഞിൻ്റെ സൗണ്ട് എനിക്കിവിടെ കേട്ടായിരുന്നു ക്ലിയർ ആയിട്ട്. ഒരു കുഞ്ഞിൻ്റെ സൗണ്ട് കേട്ടോ ക്ലിയർ ആയിട്ട്. ഇവിടെ എന്തെങ്കിലും ആത്മാക്കൾ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴും എനിക്ക് ആ സിഗ്നൽ കിട്ടിയായിരുന്നു കറക്റ്റായിട്ട്. ഇവിടെ നടക്കുമ്പോൾ തോന്നി അങ്ങനെയാണോ? അവിടെ അണ്ണൻ നടക്കുന്ന സൗണ്ടാണ് കേട്ടെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ നിന്നാ കേട്ടെ. എന്തുവാ ഇത് നശിപ്പിച്ച് വെച്ചേക്കുന്നു? എനിക്ക് ക്ലിയർ ആയിട്ട് ആ ചിരിക്കുന്ന സൗണ്ട് കേട്ടായിരുന്നു. ഇവിടെ എന്തെങ്കിലും ഒരു ആത്മാക്കൾ ഉണ്ടെങ്കിൽ ഒരു സിഗ്നൽ താന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്കാണെങ്കിൽ ആ ഒരു എന്താ പറയുക ആ സൗണ്ട് കേട്ടായിരുന്നു. എനിക്ക് എന്തൊരു സിഗ്നൽ താന്ന് പറഞ്ഞപ്പോഴേക്കും എനിക്ക് ആ സൗണ്ട് കേട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒന്നും കൂടി ഞാൻ ചോദിക്കുമോ, ഒരു അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആത്മാക്കൾ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ക്ലിയർ ആയിട്ടൊരു സിഗ്നൽ തരാൻ പറ്റുമോ? ഒരു ക്ലിയർ സിഗ്നൽ. അതുകൊണ്ടൊന്നും വരുന്നില്ല. എടാ ഇവിടെ ഒന്നുമില്ലടാ ഡ്രാഗ, ഇവിടെ ഒന്നുമില്ലടാ. എന്തോ ദൈവമേ, എടാ എന്തിനാ പുറകെ ഡ്രാഗ? എടാ എക്സ്ട്രീം ക്യാപ്ചറാ. നിക്ക് കയ്യിൽ ഒത്തിരി ഇതാക്കാതെ മൂവാക്കാതെ കൈ. എടാ നിന്റെ പുറകിലാണ് വന്നിങ്ങനെ ഒരു സംഭവം. എന്തോ എനിക്കറിയത്തില്ല. ഒരു കറുത്ത സാധനം, ഒരു കറുത്തൊരു സാധനേ നിന്റെ ഷോൾഡറിന് അവിടെ നിൽക്കുമായിരുന്നു തൊട്ട് പുറകിൽ. നീ എന്നെ നോക്കി നിൽക്കുമായിരുന്നു. എടാ നീ അങ്ങോട്ട് നോക്കിട്ട് ആരും കണ്ടില്ല. എടാ ഞാൻ കണ്ടേ ഇപ്പൊ. നിക്ക് ക്യാമറ കിട്ടി കാണും. നിക്ക് എന്തുവാ ഇത്? കൊളുത്തിട്ടേക്കോ മൈരന്മാര്. ഒന്നുമില്ലേ? ഞാൻ ക്ലിയറായിട്ട് കണ്ടാ നീ അവിടെ. എനിക്കിപ്പോ മുട്ടി നോക്കി മനസ്സിലാവും. ഇവിടുന്ന് കണ്ടോ 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 കണ്ടോടോ നിന്റെ ഷോട്ടിൽ നിൽക്കുന്നത് കണ്ടോ കണ്ടോ? എന്തുകൊണ്ടത് അമ്മ? ഇതാരാണത്? കണ്ടോ നീ?
കൈ ഇതാ ഞാൻ പറഞ്ഞത്, ഇവൻ്റെ ഷോൾഡർ തൊട്ട് പുറകിൽ സംഭവം നിൽപ്പുണ്ടായിരുന്നു. ഞാൻ ഫ്ലാഷ് ഇട്ട് ഓഫാക്കി ഇപ്പോൾ കാണിച്ച് ഇപ്പോൾ ശരി കാണാൻ പറ്റും. കണ്ടോ ആ മുടി ഉണ്ടോ, കറക്റ്റ് മുടിയുണ്ട് കേട്ടോ. അപ്പൊ അമ്മ അല്ല അമ്മയും കൊച്ചും ഉണ്ടല്ലോ, അമ്മയും കൊച്ചും ഉണ്ടല്ലോ, അപ്പൊ അമ്മയായിരിക്കും എന്നാ. പക്ഷെ ഞാൻ അവിടെ പോയതണ്ണ, അവിടെ ആരും ഇല്ലായിരുന്നണ്ണാ. അപ്പൊ കണ്ടില്ലേ വീഡിയോ? ആ ഞാൻ അതാരാ? എന്റെ പിറകെ വന്ന എന്തിനാ അണ്ണാ? എന്ത് വീണ സൗണ്ട്? അണ്ണാ കഥ അടയ്ക്കുന്ന സൗണ്ട് അണ്ണാ, വാതിലടയ്ക്കുന്ന സൗണ്ടാ അത്. ഞാൻ ഡോർ അടച്ചണ്ണ. റെക്കോർഡിംഗ് അല്ലേ? തലമണ്ടൊക്കെ അടിക്കാണ് റെക്കോർഡിംഗ് വീഡിയോ. അല്ല ഈ വെട്ടം ഉണ്ട്, തുറക്കുന്നതാ. എന്റെ ദൈവമേ, എവിടോ ഞാൻ ഇവിടെ നിന്റെ സൗണ്ട് അപ്പൊ അപ്പുറത്തും കേട്ട്. എന്റെ ദൈവമേ, വന്നേ എന്തോടാ കേട്ടത്? കൂടുതലല്ലേ നിന്നെ, പിന്നെ അവിടെ എന്ത് സൗണ്ട് കേട്ടെ? സൂര്യണ്ണ ഇങ്ങോട്ട് വാങ്ങു. അവിടെ നിന്റെ സൗണ്ട് ആണ് കേട്ടത്. സൂര്യണ്ണ ഇങ്ങോട്ട് വാങ്ങു. എന്റെ പടച്ചോനെ, എക്സ്ട്രീമടാ. നിന്റെ സൗണ്ടില് എന്നെ അവിടെ നിന്ന് വിളിക്കുന്നു. സൂര്യണ്ണ ഇങ്ങോട്ട് വാങ്ങു. ഞാൻ നോക്കിയപ്പോ നീ എൻ്റെ അടുത്ത് നിൽക്കുന്നു. നമ്മളാ ഡോറിന്റെ കാര്യം നോക്കിയിരിക്കുമല്ലോ, നടക്കുന്ന സൗണ്ട് ആരുണ്ട് അവിടെ. നിന്റെ സൗണ്ടിലാണ് എന്നെ വിളിച്ചത്. ഫസ്റ്റ് ടൈമാണ് നിങ്ങനെ. അണ്ണാ ഇന്നലെ അവിടെ എന്ത് സൗണ്ട് കേട്ട്? ഞാൻ അവിടെ അടുത്ത് വന്നേ, എന്റെ സൗണ്ടിൽ ആരോട് സംസാരിച്ചേ? അതോടെ എനിക്ക് പറയാത്ത എന്തുകൂടത്. സൂര്യണ്ണ ഇങ്ങോട്ട് വാങ്ങോ. നീ തന്നെ ഇവിടെ നിൽക്കുന്നേ. തൊട്ട് നോക്കാനൊന്നും ഇല്ല. നിന്റെ സൗണ്ട് എനിക്ക് ഇവിടെ കേട്ടത്. അതാ ഞാൻ വലിച്ചു വെച്ച് ഓടി വന്നു ഇങ്ങോട്ട്. ഞാൻ ഇതുപോലെ ഇങ്ങനെ കേട്ടിട്ടില്ലേ. അല്ലേ ഉളി വെച്ചടിക്കുന്ന സൗണ്ടാണത്. കമ്പിയാണ് കഴിക്കുന്നത്. ഒരു എക്സ്ട്രീമാണ്. ഈ എക്സ്ട്രീമിൽ ഇതുവരെ ഞാൻ ഷൂട്ട് ചെയ്തതിൽ വന്നിട്ട് എനിക്ക് ഇതുപോലെ സംഭവം ഉണ്ടായിട്ടില്ല. ഡ്രാഗൻ്റെ സൗണ്ടിൽ നിന്ന് എൻ്റെ അടുത്ത് ഡ്രാഗൻ നിൽക്കുകയാണ്. അപ്പുറത്തുനിന്ന് ദൂരേന്ന് വന്നിട്ട് സൂര്യണ്ണ ഇങ്ങോട്ട് വാങ്ങി. ഇവരെന്നെ അങ്ങനെ വിളിക്കാറുള്ളൂ, സൂര്യണ്ണ വിളിക്കുന്നത്. സെയിം സൗണ്ട് കേട്ട്. അപ്പോൾ ഇവിടുത്തെ ആ ഗോസ്റ്റാണ് ഇവൻ്റെ സൗണ്ടിൽ സംസാരിച്ചത്. ഗോസ്റ്റിന് സൗണ്ട് മാറ്റാൻ പറ്റുമോ? രൂപം തന്നെ മാറുന്നു, പിന്നല്ലേ സൗണ്ട്. പക്ഷെ ഇതെനിക്ക് ഫസ്റ്റ് ടൈം ആട്ടോ ഞാൻ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ചെയ്തിട്ടല്ലേ ഇവിടെ. ഇത് ഫസ്റ്റ് ടൈം എനിക്ക് ഇങ്ങനെ കേൾക്കുന്നത്. മുകളിൽ ആരൊക്കെ ഉള്ളതുപോലെ തോന്നുന്നില്ലേ? ഇവിടെ വേറെ ആരൊക്കെ ഉള്ളതുപോലെ തോന്നുന്നില്ലേ? വേറെ അവിടെ മനുഷ്യന്മാരുള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതേപോലെ നമ്മൾ ഓടി നടന്ന് നോക്കിയിട്ട് മനുഷ്യന്മാരെ കാണുന്നില്ല. അപ്പോൾ ഇവിടെ വേറെ എന്തോ സംതിങ് ഉണ്ടാകും. എനിക്ക് അതൊക്കെ പോട്ടെ, ഈ സൗണ്ട് എങ്ങനെയാണ് മാറി?
നീയല്ലേ ഇത്? ആ ഞാൻ തന്നെ. വീട്ടിൽ പോയി അണ്ണാ. എന്തു അണ്ണാ? 100% ഹൃദയം നന്നായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ രണ്ടാമത്തെ ദിവസം ചാവും. അറ്റാക്ക് വന്നു. അണ്ണാ ഇനി വല്ല എക്കോ വല്ലോ ആണോ? എക്കോ അടിച്ചായിരിക്കോ? നീ പറയുന്നത് ഫസ്റ്റ് എനിക്ക് കേൾക്കത്തില്ല. രണ്ടാമത് ഇവിടുത്തെ കാര്യം കേട്ട ചെവി അടഞ്ഞിരിക്കുക. ഒന്നും ഒച്ചത്തിൽ പറയാനില്ലേ, തൊണ്ടയ്ക്ക് കുത്തും ഞാൻ പറയാൻ. അല്ലണ്ണാ, ഞാൻ ഇടയ്ക്കൊക്കെ ഒരു അണ്ണനെ വിളിച്ചില്ലയോ? നീ അത് അവിടെ പോയി തിരിച്ചു വന്ന സൗണ്ടാണെങ്കിലോ? നീ പിന്നെ അണ്ണാന്ന് വിളിച്ചില്ലേ ഇപ്പൊ? നീയല്ലേ വിളിച്ചില്ല അണ്ണാന്ന്? പിന്നെന്ത് വന്നു? നമുക്കൊരു കാര്യം ചെയ്യുമ്പോൾ ബാഗിൽ കേട്ടുമീറ്ററുണ്ട്. കേട്ടുമീറ്റർ എടുത്ത് വെച്ചിട്ട് നമുക്ക് വന്നിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. കാരണം നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒന്നും നമ്മളായിട്ട് സംസാരിക്കുന്നില്ല. അതൊന്നും നടക്കുന്നുണ്ട്. ഹലോ, ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാമോ? ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ അവിടെ വന്നിരിക്കുന്നത്. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയാമോ? സൂര്യണ്ണ അങ്ങോട്ട് നോക്കണ. എന്താ മുടിയോ? മുടിയടാ. ദൈവമേ, ഇവിടെ മുടിയടാ. അത്ര ഹൈറ്റോ? എന്തൂടെ നടു ഒടിഞ്ഞ് താഴെ വന്നപ്പോ അതിന്റെ ബോഡി നടു ഒടിഞ്ഞിട്ടേ താഴെ വന്നു അതിന്റെ ബോഡി. എന്റെ ഭഗവാന്, എക്സ്ട്രീമടാ. എന്റെ ദൈവമേ, ആട്ടിക്കാണിക്കുന്ന മുടി. എത്ര പൊക്കം ഇത്ര എങ്ങനെയാണ്? അതോടെ എനിക്ക് അറിയാൻ പറ്റാത്ത ഇത്ര ഡിസ്റ്റൻസ് ഉണ്ടോ? ഇത് ഇത്ര പൊക്കത്തിന് എങ്ങനെയാണോ ഡിസ്റ്റൻസ് എങ്ങനെയാണോ വരുന്നത്? ഇവിടെ ഫസ്റ്റ് കണ്ടത് ഇവിടെ ആദ്യം, ഇവിടെ ഇത്ര ആദ്യം, ഇവിടെ എന്തൂടെ? എന്റെ ദൈവമേ, ഞാൻ വിചാരിച്ച എന്താ അവിടെ കുത്തിയിരിക്കുമായിരിക്കുന്നു. ആ സാധനം കണ്ടോ? ഞാൻ വിചാരിച്ച എന്താ അവിടെ കുത്തിയിരിക്കുമായിരിക്കുന്നു. ക്യാപ്ചറിങ് കൂടുതൽ ഇവിടെയായിരുന്നു, താഴെയായിരുന്നു. അവിടെ ഇത്ര ഡിസ്റ്റൻസ് എങ്ങനെയാണ് ഇത് താഴോട്ട് വന്നത്? അമ്പോ, എന്നാലും എങ്ങനെയാണ് തലകുത്തി കിടന്നോ? തലകുത്തി കിടക്കായിരുന്നു തോന്നുന്നു. അവിടെ അത് മുടിയെടുത്ത് ആടുന്നുണ്ട് ഇങ്ങനെ. എന്തൊക്കെയാണ് നിങ്ങൾ കണ്ടു കാണും ക്ലിയർ ആയിട്ട്. ശരിക്കും ക്യാപ്ചർ ആയിട്ടുണ്ട്. നിങ്ങൾ ക്ലിയർ ആയിട്ട് കണ്ടു കാണാം സംഭവം വന്നിട്ട്. ഇതേ സെയിം മുടിയുള്ള രൂപത്താണ് ഞാൻ വന്നിട്ട് ഡ്രാഗൻ്റെ പുറയിലും കണ്ടത്. ഞാൻ ഫസ്റ്റ് ക്യാപ്ചർ ചെയ്ത് ഓർമ്മ ഉണ്ടോ? ഫസ്റ്റ് എപ്പിസോഡിൽ അപ്പോഴും ക്യാപ്ചർ ആയത്. നമുക്ക് കാര്യം ചെയ്യാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം കേട്ടുമീറ്റർ വെച്ച്. ഓക്കെ, അത് നടക്കത്തുള്ളൂ. അതിനകത്ത് ഇതുണ്ട്, കേടുമീറ്ററുണ്ട്. അതിൻ്റെ അടുത്ത് EMF മീറ്റർ. എന്തൊക്കെയാണ് നടക്കുന്നത്? അല്ല ഇപ്പം ഇപ്പുറത്ത് ഉറക്കത്ത്. എടാ അതിലാണ് ഈ ഉറക്കത്തടാ, രണ്ടാമത്തെ ഉറക്കത്ത്. ഇല്ലേ അതകത്ത് പോയി. അങ്ങോട്ട് എടുക്കും. സിപ്പോടാ കേട്ടോ. നമുക്കിപ്പോഴേ ഈ കേട്ടുമീറ്റർ വെച്ചിട്ട് നമുക്കിപ്പോൾ കമ്മ്യൂണിക്കേറ്റ് നോക്കാം കേട്ടോ. സൗണ്ട് കിട്ടിപ്പോ ടക്കുന്ന് കേട്ടില്ല ഇപ്പോൾ.
അണ്ണാ ലൈറ്റ് കത്തി. ലൈറ്റ് ചെയ്തോ? ലൈറ്റ് ഫുള്ള് ബ്ലിങ്ക് ആയിരുന്നു. ആ ഫുള്ള് ചുമപ്പിന്റെ അവിടെ വരെ വന്നു. ചുമപ്പ് കട്ട ഇവിടെ ഇല്ലേ, ഈ കട്ടയുടെ അവിടെ വന്നു. അത് കിട്ടി, ക്യാമറ കിട്ടുന്നുണ്ടോ? ആ കിട്ടി കാണുമല്ലോ. കിട്ടി കാണാം. കിട്ടി കാണുമെന്നോ? അല്ല കിട്ടി കിട്ടി കിട്ടി. നേരത്തെ പറഞ്ഞോ ആശാരിയാണോ? ആശാരി ആശാരി വരച്ചോണ്ടിരിക്കും അവിടെ. ആശാരി കട്ടളപ്പണിയാണ് നാളെ, അത് വരയ്ക്കുമായിരുന്നു. എന്ത് പറഞ്ഞത് എനിക്ക് വന്നേ